അപ്പൊ നിങ്ങൾ എല്ലാവരും കൂടി പറയുകയാണ്, സാറേ നമുക്ക് ആദ്യം റേഡിയോ കേൾക്കാം. ശരി, ഞാൻ അങ്ങനെ ആയിക്കോട്ടെ, മാറ്റി കേൾക്കാം. ഞാന് ഈ റേഡിയോ അങ്ങോട്ട് കുത്തി കണക്ഷൻ കൊടുത്തു, ഓൺ ചെയ്തു, വെച്ചോട് പൊട്ടിത്തെറി. സംഗതി ഇവിടെ റേഡിയോയുടെ കാര്യത്തിൽ നിങ്ങൾ കൺസ്യൂമറാണോ? ആണോ? ആണോ? അല്ല. ഇവിടെ ഓഫറില്ല, ആക്സെപ്റ്റൻസ് ഇല്ല, കൺസിഡറേഷൻ ഇല്ല, ഓസിപ്പിക്ക സാധനം. അപ്പൊ അത് കൺസ്യൂമർ അല്ല. നമുക്ക് നമ്മുടെ ടിവിയുടെ കാര്യത്തില് നാം കൺസ്യൂമറാണ്. അവിടെ എന്ത് കുഴപ്പമുണ്ടെങ്കിലും ഒരു പ്രശ്നവുമില്ല. പക്ഷെ അതിനുകൊണ്ടൊരു തട്ടി പറഞ്ഞത് പ്രശ്നമായ ഇല്ല. ഞാനേ ഡിഗ്രിക്ക് പഠിച്ചപ്പോ ഒരു പാഠം ഉണ്ടായിരുന്നു, ഇന്റേണൽ സയൻസ് ഓഫ് ദിസ് ഇൻഫിനിറ്റീവ് ക്രൗഡ്. ഒരു ബ്രിട്ടീഷ് ട്രെയിനില് ഒരാൾ യാത്ര ചെയ്യുന്നത്, അവിടെ വളരെ നിശബ്ദമാണ്, ഒന്നും കേൾക്കാനില്ല, ആരും സംസാരിക്കുന്നില്ല. ആ നിശബ്ദത ഭയാനകമായിരുന്നു. അതേപോലെ ഒരു നിശബ്ദതയായിരുന്നു ഇതിനെ ആഗ്രഹിച്ചു പോകുമെന്ന് പറഞ്ഞത്. അപ്പോ എനിക്ക് പറ്റിയ ഒരാളോ ഞാൻ പറയാൻ പോകുന്നേ, എന്റെ കല്യാണമൊക്കെ കഴിഞ്ഞപ്പോ എന്റെ കല്യാണത്തില് എന്റെ ഭാര്യയ്ക്ക് സംഭാവനയായിട്ട് ആരോ മക്കളെ ഒരു കോപ്പി കൂട കൊടുക്കും. കോപ്പി അത് 3 fold ആണ്. 3 fold. ഇപ്പൊ ഞാൻ ഈ കോടതിയിലൊക്കെ പോവാൻ നല്ല സൗകര്യമാണല്ലോ നോക്ക്, ഇടയ്ക്ക് ഇവരെ കൊണ്ടുനടക്കാൻ പോയി. ഒരു ദിവസം ഞാനൊരു ബസ്സിൽ കയറി പോകുന്നു, കൊടയവിടെ വെച്ചു, ഇറങ്ങേണ്ട സ്ഥാനത്ത് ഇറങ്ങി, കൊടയൊട്ട് കിട്ടിയില്ല, ഞാനൊട്ട് അറിഞ്ഞൂല, അത് പോയി. ഭാര്യ അന്ന് മുതലേ പറഞ്ഞു, എനിക്ക് എന്റെ വീട്ടിലേക്ക് പോകുമ്പോഴേക്ക് കൊട വേണം, അത് കോപ്പി തന്നെ വേണം, 3 ഫോണ്ടുമായിരിക്കണം. ശരി, ഒരു തുലാവർഷക്കാലം വീട്ടിൽ പറഞ്ഞു ഹൈറേഞ്ചിൽ ഇടിക്കുകയല്ലേ. അപ്പൊ ഞാൻ പറഞ്ഞു, നീ കോലഞ്ചേരിക്ക് വന്നാൽ പോകണല്ലേ, നമുക്ക് കുട മേടിച്ചു തരാം. കോലഞ്ചേരി വന്നു, കുട കോപ്പിയെങ്കിൽ കണക്കെങ്ങനെ, അതാണല്ലോ അവിടുത്തെ ബോർഡ്. ഭാര്യയ്ക്ക് അവിടെ തന്നെ കയറിയാൽ മതി. ഞാൻ പറഞ്ഞു, നീ കയറി മേടിച്ചു, എനിക്ക് ഇഷ്ടമുള്ളത് മേടിച്ചു. ഭാര്യ ഇതൊക്കെയായിട്ട് അവരെ കയറി കുടയൊക്കെ മേടിച്ചോണ്ട് വന്നപ്പോ, എന്റെ പൊന്നുമക്കളെ, ഈ കേരളത്തിൽ എത്ര കളറുണ്ടോ ആ കളർ മുഴുവൻ കുടയാണ്. ഞാൻ ചോദിച്ചു, ഇതെത്ര ഏർപ്പാടായി, ഇത് കുടയാണോ? അപ്പൊ എന്റെ ഭാര്യ പറഞ്ഞു, ഇത് മാച്ചിങ്ങിന് വേണ്ടി ഞാൻ മേടിച്ചോ. മാച്ചിങ് എന്ന് പറഞ്ഞാൽ ചുമന്ന സാരി ചുറ്റിയാൽ കുട ചുമന്ന കളറുണ്ട്, നീല സാരി ചുറ്റിയാൽ കുടയിൽ നീല കളറുണ്ട്, യെല്ലോ ചുറ്റിയാൽ യെല്ലോ കളറുണ്ട്. അങ്ങനത്തെ ഒരു കുട. ഞാൻ പറഞ്ഞു, അധികം പുറത്തൊന്നും കൊടുക്കണ്ട, ഇത് നാട്ടിൻ പ്രദേശമാണ്. അങ്ങനെ ഇന്നേ ദിവസം ഞാനും എന്റെ ഭാര്യയും കൂടി ഉച്ച കഴിഞ്ഞ സമയത്ത് ഇടുക്കിക്ക് പോവുകയാണ്. കോതമംഗലത്ത് ഇറങ്ങിയപ്പോഴേ ഒരു ചെറിയ കാറ്റിന്റെയും മഴയുടെയും ഒക്കെ ലക്ഷണമുണ്ട്. അപ്പൊ ഞാൻ ചോദിച്ചു, ആയുധം കയ്യിലുണ്ടോ? കുടയുണ്ടോന്നാ ചോദിച്ചത്. ഉണ്ട്, ബാഗിലുണ്ട്. സൗകര്യം. എന്തായാലും ആ ബസ് സ്റ്റാൻഡിലേക്ക് കയറുന്ന കുടികുഴി ചെന്നപ്പോഴേക്കും കാറ്റും മഴയും വന്നു തുടങ്ങി. ഞാൻ പറഞ്ഞു, കുടയെടുത്ത് നിവർത്തിക്കൂ. ഇത് നിവർത്തുമ്പോ ഒരു കാര്യമുണ്ട്, കോതമംഗലം പള്ളി പെരുന്നാളിനെ പോലെ ആരെങ്കിലും അടിച്ചുകൊണ്ട് പോകുന്ന ഒത്തുകൂടെയാണ് പറയും. എന്നാലും വേണ്ടിയില്ല, മഴ നനയാതെ നമുക്ക് കഴിച്ചു കൂട്ടാൻ പിടിച്ചു പോകാം. ഇതിന്റെ പൊന്നുമകളെ, ഇത് വീഴ്ത്തിയതും ഈ കൂട് മുളച്ചാലുണ്ടല്ലോ, രാവിലെ മുളയ്ക്കുന്ന കൂട് വൈകുന്നേരമായിട്ട് പറിച്ചില്ലെങ്കിൽ ഇവൻ കൈപൊക്കി പിടിച്ച് മുകളിലേക്ക് നിൽക്കുന്ന ഒരവസ്ഥയുണ്ട്. ഒരു കാറ്റ് വന്നതും ഈ കുട നേരെ മുകളിലേക്ക് കൈപൊക്കി പിടിച്ച ഒരു ദീപ. ഞാൻ പറഞ്ഞു, 3 fold ഏതായാലും നന്നായി, മടക്കി വെച്ചു, ആരെ കാണും. ഭാര്യ പിടിച്ചു, ഈ വിവരമൊക്കെ പറഞ്ഞു. അപ്പൊ അമ്മായി ഒരു കുരിഷ്ട ചോദ്യം ചോദിച്ചു,
ഇയാൾ വലിയ വക്കീലൊക്കെ അല്ലേ, കൺസ്യൂമർ ആക്ട് അനുസരിച്ച് സംരക്ഷണം കിട്ടൂലേ? അപ്പൊ എനിക്ക് എന്റെ ദുഷ്ടബുദ്ധി വരും, ശരിക്കും പോകാൻ ഏർപ്പാട് പറഞ്ഞിട്ട് തന്നെ കാര്യം. പരാതിയൊക്കെ തയ്യാറാക്കി എല്ലാം റെഡിയാക്കി ബില്ലൊക്കെ ആക്കി. പക്ഷെ ഒരു കാര്യം, കോപ്പി എടുക്കണം. കോപ്പി എടുക്കുവാനായി കടയിൽ കൊണ്ട് ചെന്നോ, കോപ്പി എടുത്ത ബില്ലിന്റെ കോപ്പി എടുത്തപ്പോ ഈ പെണ്ണ് പറയാണ്, കടലികൾ പെണ്ണ് പറയാണ്, സാധാരണ ഈ ബില്ലിന്റെ പുറകിലുള്ളത് എടുക്കണോ? പുറകിൽ ഞാൻ മേടിച്ച് ബില്ല് നോക്കിയപ്പോ ബില്ലിന്റെ പുറകിൽ എഴുതി വെച്ചിരിക്കുകയാണ്, ഈ കുട വെയിലത്ത് ചൂടുന്നതിനോ മഴയത്ത് ചൂടുന്നതിനോ വേണ്ടിയിട്ടുള്ളതല്ല, കയ്യിൽ കരുതുവാനുള്ള ഒരു ഫാൻസി ഐറ്റം മാത്രമാണ്. കൺസ്യൂമർ രീതി. ആരെങ്കിലും പറഞ്ഞു മഴ കുടിപ്പിക്കാൻ? ആരെങ്കിലും പറഞ്ഞു? കൈ പിടിച്ചുകൊണ്ടാണ് പറഞ്ഞിട്ട് പിടിക്കാൻ പറഞ്ഞു. ഇങ്ങനെ കൺസ്യൂമർ നിയമത്തിന്റെ സംരക്ഷണത്തിനായി രക്ഷപ്പെടുന്നതിന് വേണ്ടിയിട്ട് അനേകം കുടുക്കുവഴികൾ ബില്ല് ചെയ്തിട്ടുണ്ട്. വിറ്റത് തിരിച്ചെടുക്കൂല, നോ കളർ ഗ്യാരണ്ടി, ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഓരോ തട്ടി. അങ്ങനെ വന്നപ്പോ 2010 നമ്മുടെ പരമോന്നത നീതിപീഠം ഒരു കാര്യം പറഞ്ഞു, ഇനി ഇങ്ങനെയുള്ള തട്ടിപ്പൊന്നും വേണ്ട. നിങ്ങൾ വാങ്ങുന്ന വസ്തുവിന്റെ ഗുണത്തിനോ തൂക്കത്തിനോ നിലവാരത്തിനോ എന്തെങ്കിലും ന്യൂനതകൾ ഉണ്ടായെങ്കിൽ നഷ്ടം കൊടുത്തേ പറ്റൂ. അങ്ങനെ സുപ്രീം കോടതിയുടെ പരമോന്നത നീതിപീഠത്തിന്റെ ഈ നിയമമൂലം നാം ഇപ്പോൾ